തിരക്ക് കൂടിയതിനാൽ അത് വൈകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. തിരുവത്തിപ്പള്ളി മക്കാം നേർച്ച, തിരുവത്തിപ്പള്ളി മക്കാം നേർച്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളി മൈതാനത്തുള്ള കച്ചവടക്കാർ അവിടെ നിന്ന് മാറേണ്ടതാണ്. പള്ളിയുടെ കിഴക്ക് വശത്ത് നിന്ന് ചെഗുവേര ഫാൻസിന്റെ നേർച്ച പള്ളിയുടെ മൈതാനത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ മൈതാനത്തെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അവിടെ നിന്ന് മാറേണ്ടതാണ്. വോളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമത്. പോകാൻ പറ്റുള്ളൂ. നമ്മൾ വന്ന വൈകി തന്നെ പോകേണ്ടി വരും. വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ആ ചെഗുവേര ഫാൻസിന് നേർച്ച എത്തിച്ചേർന്നുകൊണ്ടിരിക്കണേ. പള്ളി മൈതാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. വോളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളി മൈതാനത്ത് കച്ചവടക്കാർ അവിടെ നിന്ന് മാറേണ്ടതാണ്. ഭക്തജനങ്ങൾ ഇരുവശത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. ആ നേർച്ച പള്ളി മൈതാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പള്ളി മൈതാനത്ത് ഭക്തജനങ്ങൾ കിടക്കുന്നുണ്ട്. അവരുടെ മേൽ ആരും ചവിട്ടരുത്. അവരുടെ തൊട്ട് ഉണർത്തിയിട്ട് അവിടുന്ന് മാറ്റുക. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവർ അവരെ തൊട്ടുണർത്തിയിട്ട് അവിടെ നിന്ന് അവർ മാറ്റുക. ചെഗുവേര ഫാൻസിന്റെ കമ്മിറ്റിക്കാർ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കൊടി വീശരുത്. അതിവിടെ അനുവദനീയമല്ല. കൊടി താത്തേണ്ടതാണ്. പള്ളി മൈതാനത്ത് ആരുടെയും കൊടി അനുവദനീയമല്ല. ഭക്തജനങ്ങൾ പള്ളി മൈതാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ചെഗുവേര ഫാൻസിന്റെ നേർച്ച പള്ളി മൈതാനത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പള്ളി മൈതാനത്ത് നിന്ന് മാറി നിൽക്കണം. കച്ചവടക്കാർ പള്ളി മൈതാനത്ത് കടക്കുന്നവർ എല്ലാവരും മാറേണ്ടതാണ്. വോളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്തജനങ്ങൾ ആ പള്ളി മൈതാനത്തിൽ നിന്ന് മാറി നിൽക്കണം. നേർച്ച പള്ളി മൈതാനത്തിലേക്ക് അടുക്കുകയാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്
പള്ളി മൈതാനത്തിലേക്ക് ഇരുവശങ്ങളിലേക്ക് ജനങ്ങൾ മാറി നിൽക്കുക. വൈദ്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയ്തു കൊടുക്കേണ്ടതാണ്. പള്ളിയുടെ മുൻവശത്ത് തിക്കും തിരക്കും കൂട്ടരുത്. ഭക്തജനങ്ങൾ വളരെ ആദരവോടും ബഹുമാനത്തോടുകൂടി പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായവർ എന്നിവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക അറിയിപ്പാണ്. പള്ളിയുടെ മുൻവശത്തുള്ള പാലത്തിൽ ഒരുപാട് ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. പള്ളിയുടെ മുൻവശത്തുള്ള വളണ്ടിയർമാർ വരിയിൽ നിൽക്കുന്നവരെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കണം. വരി തെറ്റി അകത്തേക്ക് ആരും കടത്തിവിടരുത്. പള്ളിയുടെ മുൻവശത്തുള്ള റോഡിൽ ആരും നിൽക്കരുത്. അത് സഞ്ചാരയോഗ്യമുള്ള റോഡാണ്. മാത്രമല്ല ഭക്തജനങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നേർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ കളിക്കുക.